ഗർദ്ധവ പ്രജാപതിക്ക് ദേവാഹൂതി എന്ന ഭാര്യയിൽ ജനിച്ചവളാണ് അരുന്ധതി. ഈ സ്ത്രീരത്നത്തിൽ പരമേശ്വരൻ പ്രസന്നനായ കഥ പുരാണത്തിൽ കാണാം. വസിഷ്ഠൻ എന്ന മാമുനി ശ്രേഷ്ഠനായിരുന്നു അരുന്ധതിയുടെ ഭർത്താവ്. ആ ദമ്പതികൾക്ക് ചിത്രകേതു, പൂർവജിസ്, വിരജൻ, മിത്രൻ, ഉൽഭനനൻ, വസുഭൃത്യനാനൻ, ദ്യൂമൻ എന്നിങ്ങനെ 7 പുത്രന്മാർ ജനിച്ചു. ശാസ്ത്രവേദങ്ങളിൽ ഇവർ അഗാധമായ പാണ്ഡിത്യം സമ്പാദിച്ചു. ഒരിക്കൽ ഇവർ മാതാവായ അരുന്ധതിയെ ഒരാശ്രമത്തിൽ പാർപ്പിച്ച ശേഷം ഫലമൂലങ്ങൾ ശേഖരിക്കുവാൻ ഹിമാലയത്തിൽ പോയി. അക്കാലത്ത് അതികഠിനമായ വേനൽ ഭൂമിയെ ബാധിച്ചു. വൃക്ഷങ്ങൾ കരിഞ്ഞുണങ്ങി. അത്യുഗ്രമായ വേനൽ തിരിച്ചെത്തിയാൽ സ്ഥിതി ഗുരുതരമാവുകയുള്ളൂ എന്ന് കരുതിയ അരുന്ധതി പുത്രന്മാർ ഹിമാലയത്തിൽ തന്നെ വാസമാക്കി. ഏകാഗിയായ അരുന്ധതി വനത്തിൽ തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ ഉഗ്രതപസ്സിൽ ദേവകൾ പോലും അത്ഭുതം കൂറി. ദേവിയുടെ തപസ് കൊല്ലങ്ങൾ കടന്നുപോയപ്പോൾ ബ്രാഹ്മണ വേഷധാരിയായ പരമശിവൻ അരുന്ധതിയുടെ ആശ്രമത്തിൽ ചെന്നു. കാഴ്ചയിൽ അതിദയനീയനായ ബ്രാഹ്മണൻ അരുന്ധതിയോട് ഭിക്ഷ യാചിച്ചു. അമ്മേ, കൊടിയ വിശപ്പിനാൽ ഞാൻ വശം കെട്ടിരിക്കുന്നു. ആഹാരം കണ്ണുകളിൽ പെട്ട് തന്നെ നാളുകളേറെയായി. എൻ്റെ ഉദരപൂർണത്തിനായി അല്പം ആഹാരം തന്നാലും. അരുന്ധതി ദേവി വിഷമിച്ചു പോയി. അവിടെ ഒരു അതിഥിക്ക് നൽകാവുന്ന വിധത്തിൽ യാതൊരു ഭക്ഷ്യവസ്തുവും ഉണ്ടായിരുന്നില്ല. അരുന്ധതി തൻ്റെ അവസ്ഥ അറിയിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠ, പൊറുത്താലും ലക്ഷ്യയോഗ്യമായ യാതൊന്നും ഇവിടെയില്ല. അരുന്ധതി ഒരു നിമിഷം എന്തോ ഓർത്തിട്ടെന്ന പോലെ കൂട്ടിച്ചേർത്തു. ബ്രാഹ്മണ, ഇവിടെ കുറച്ച് പല ഇന്തായികൾ മാത്രമുണ്ട്. അവ പാകം ചെയ്ത് ഞാൻ അവിടുന്ന് നൽകാം. അല്പനേരം കാത്തിരുന്നാലും. അതിനുശേഷം അരുന്ധതി പെട്ടെന്ന് ഇലന്തൈക്കായികൾ എടുപ്പിച്ചു വെച്ച് അതിഥിയുടെ സമീപത്ത് വന്നിരുന്നു. അദ്ദേഹത്തോട് ദേവി കുശലാന്വേഷണം നടത്തി. ബ്രാഹ്മണനാകട്ടെ പാവന കഥകൾ പലതും ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു. അരുന്ധതി ഭക്തിസാന്ദ്രമായ ഹൃദയത്തോടെ അവ കേട്ടിരുന്നു. 12 വർഷം കടന്നുപോയി. ഇക്കാലം അത്രയും വിശപ്പ്, ദാഹം ഇവയെക്കുറിച്ച് ചിന്തിക്കുകയോ ഓർക്കുകയോ പോലും ചെയ്യാതെ ഇലന്താകായികൾ വേവിക്കുന്നതിൽ ശ്രദ്ധിച്ചും അതിഥിയുടെ വാക്കുകൾ കേൾക്കുന്നതിൽ താല്പര്യം പ്രദർശിപ്പിച്ചും അരുന്ധതി കഴിഞ്ഞുകൂടി. ഒടുവിൽ വേവിച്ചെടുത്ത കായകൾ ഇലക്കുമ്പിളിലെടുത്ത് അതിഥിക്ക് നൽകി. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇവ ഭക്ഷിച്ചങ്ങയുടെ വിശപ്പ് ശ്രമിച്ചാൽ. അരുന്ധതി നൽകിയ ഭക്ഷണം അമൃതനേക്കാൾ രുചിയോടെ ബ്രാഹ്മണൻ ഭക്ഷിച്ചു. അനന്തരം ദേവിയോട് യാത്രാനുമതി വാങ്ങി ബ്രാഹ്മണൻ യാത്ര തിരിച്ചു. ബ്രാഹ്മണൻ പോയി കഴിഞ്ഞ ഉടൻ തന്നെ അരുന്ധതി പുത്രന്മാർ അവിടെ വന്നു ചേർന്നു. ദേവി ആനന്ദത്തോടെ പുത്രന്മാരെ സ്വീകരിച്ചു. ബ്രാഹ്മണൻ അതിഥിയായി എത്തിയതും അദ്ദേഹം പാവരെ